രജനി സുണ്ണിത്താൻ ഒറ്റക്കാര്യം ഈ പന്ത് ഫുട്ബോൾ കാലമാണല്ലോ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ഒക്കെ കാലിൽ വന്നിട്ടും എന്താണ് സംഘപരിവാറിനെതിരെ അടിക്കാത്തത്? സെൽഫ് ഗോൾ അടിക്കുന്നുണ്ട്, സ്വന്തം കേസുകാരെ ആക്ഷേപിക്കുന്നുണ്ട്, പക്ഷേ എന്താണ് സംഘപരിവാറിനെതിരെ അടിക്കാത്തതെന്നാണ് ചോദിക്കുന്നത്. നോക്കൂ അജിംഷാദെ, ഈ സംഘപരിവാറിന് മാത്രമല്ല വർഗീയപരമായി പെരുമാറുന്ന സംഘടനകൾക്കെതിരെ നിലനിൽക്കുന്ന സർക്കാർ മുന്നോട്ട് പോകും. അതിനകത്ത് യാതൊരു സംശയമില്ല. അതിനകത്ത് ഈ പറയുന്ന എന്തൊക്കെയോ വില കുറഞ്ഞ ആരോപണങ്ങൾ ഹൈക്കോടതിയിൽ ബോർഡുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഷോൺ ജോർജിന്റെ വാദമാണ് ജയ്ജു ബാബു AG മുമ്പോട്ട് വെച്ചത്, സർക്കാർ മുമ്പോട്ട് വെച്ചത്. അല്ല, അതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഓൾറെഡി തന്നു കഴിഞ്ഞല്ലോ. ഈ പറയുന്ന ഈ നിസ്സാരമായ കാര്യങ്ങളിലേക്ക് വളരെ വലിയ രീതിയിൽ, അതായത് മംഗലാപുരം യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് ചർച്ചകളിൽ രതീഷ് ചക്രവാണിയെ പോലെയുള്ള ആളുകളോടൊപ്പം ഇരുന്നിട്ടുണ്ട്. മംഗലാപുരം യാത്രയെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം ഞാൻ അന്നും ഇന്ന് പറയുന്നതും അദ്ദേഹം പറയുന്നതും ഒന്നു തന്നെയാണല്ലോ. മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നത് തെറ്റാണോ? അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് വിളക്ക് കത്തിച്ചിരിക്കുന്നതാണോ നിങ്ങളുടെ കൃഷ്ണൻ എന്ന് ചോദിച്ച മുൻ മുഖ്യമന്ത്രിയുടെ കൂട്ടല്ല വിശ്വാസിയായ ഒരു മുഖ്യമന്ത്രി ആകുമ്പോൾ അത് ക്ഷേത്രത്തിലും പള്ളിയിലും മോസ്കിലും ഒക്കെ പോകും. പറഞ്ഞു പൂർത്തിയാക്കിയിട്ട് സാർ, ഞാൻ പറഞ്ഞ പോകുന്ന ഇടപെട്ടില്ലല്ലോ. അങ്ങനെ പോകുന്ന ഒരാളാണ്. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അവിടെ എന്തെങ്കിലും രഹസ്യമായി, അതായത് സംഘപരിവാറുകാരുമായിട്ടോ അല്ലെങ്കിൽ BJPക്കാരുമായിട്ടോ രഹസ്യമായി പെരുമാറണമെങ്കിൽ ഇപ്പോൾ ഈ മസ്കറ്റ് ഹോട്ടലിലെ ആൾക്കാരെ മാറ്റിയിട്ട് മുൻ മുഖ്യമന്ത്രി കാണിച്ച പോലെ പോയിരുന്ന് സംസാരിക്കാമായിരുന്നല്ലോ. അതുമാത്രമല്ലല്ലോ, MR അജിത് കുമാറിനെ പോലെയുള്ള വലിയ റാങ്കുള്ള ഓഫീസർമാർ, മുൻ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ ഓഫീസർമാരെയൊക്കെ വിട്ട് ദത്താത്രേയ ഹൊസബുള്ളയെ പോലെയുള്ള RSS നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിപ്പിച്ച പൈതൃകവും അല്ലല്ല ഞാൻ പറയട്ടെ നിങ്ങൾ ഈ സംഘപരിവാർ ആക്ഷേപിക്കാനും ശ്രമിക്കുന്ന എന്തുകൊണ്ടാണ് BJP ഫണ്ട് വിവാദം വരുമ്പോൾ BJP ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട പരാതികളുണ്ടെങ്കിൽ കേരളത്തിലെ പോലീസ് നടപടിയെടുക്കുന്നേ. BJPക്കാരെ ഒന്നും അല്ലെങ്കിൽ BJPയുമായി ബന്ധപ്പെട്ടൊന്നും അടിമപ്പെട്ടു പോകുന്ന ഒരു പാർട്ടിയും ഗവൺമെന്റും ബന്ധപ്പെട്ട് എന്താ ഈ കേസിന്റെ പേപ്പർ മാറ്റി കളഞ്ഞതൊക്കെ നമുക്കറിയാമല്ലോ. മുഖ്യമന്ത്രിയുടെ മകനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടൊക്കെ അതൊക്കെ അവിടെ നിൽക്കുകയല്ലേ അജിംഷാദെ. ബന്ധപ്പെട്ട് ഈ പോയതും എന്നൊക്കെ പറയാം. സംഘപരിവാർ ബന്ധമുള്ളവരെ പറ്റിയും ഈ ദത്താത്രേയ ഹോസബുള്ളയെ ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ അജിംഷാദെ. ജനകീയ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രിയദർശിനിയുമായി ബന്ധപ്പെട്ട് സ്ത്രീജനങ്ങളെല്ലാം സൗകര്യത്തോട് ബസ് യാത്ര വയോജനങ്ങൾക്ക് പ്രത്യേകമായി ചരിത്രത്തിലാദ്യമായി ഒരു വകുപ്പ് ആയിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ട് എത്ര ആളുകളാണ് മുഖ്യമന്ത്രിയെ കാണുവാൻ വേണ്ടി നിൽക്കുന്നതെന്ന് അറിയാമോ? എത്ര ആളുകളെ കാണുവാൻ വേണ്ടി. നേരത്തേക്ക് ആ പ്രദേശത്തേക്ക് അടുക്കാൻ പറ്റുമായിരുന്നോ? ആരെങ്കിലും അങ്ങോട്ട് പോയാൽ കടക്ക് പുറത്തെന്ന് പറഞ്ഞ് യാത്രാ പദ്ധതിയെ കുറിച്ചിട്ട് സ്ത്രീകൾക്ക് കൊടുക്കുന്ന സൗജന്യ യാത്രാ പദ്ധതിയെ സംബന്ധിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണിന്റെ അഭിപ്രായം ഒന്ന് കേട്ടു നോക്കൂ അജിംഷാദെ. കേട്ടു നോക്കൂ അദ്ദേഹം എന്താണ് പറയുന്നതെന്ന്. അദ്ദേഹം ആകെ തുലഞ്ഞു പോയിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്ക് അറിയില്ല. വളരെ പ്രതിസന്ധിയിലേക്ക് KSRTC 50 ദിവസം കൊണ്ട് തന്നെ എത്തിയിരിക്കുന്നു എന്ന് ഞാൻ പറയണതല്ല കേട്ടോ. ഈ സ്വകാര്യ ബസ് ഉടമകളുടെ ഒക്കെ ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് പരാതി പറയാൻ പോയപ്പോൾ CP ജോൺ അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത്ര അപകടകരമായ സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടത്തെ ക്ഷേമ പദ്ധതികൾ, ആശ്വാസ നടപടികൾ, ജനങ്ങൾക്ക് ഗുണം കിട്ടേണ്ട കാര്യങ്ങൾ, അതിലെല്ലാം കുഞ്ഞുങ്ങൾ തൊട്ട് വിദ്യാർത്ഥികൾ തൊട്ട് മുതിർന്നവർ വരെയുള്ളവരുടെ കാര്യത്തിൽ ഈ സമീപനം സ്വീകരിക്കുമ്പോൾ മറുഭാഗത്ത് കോർപ്പറേറ്റുകൾക്കും RSSനും വേണ്ടി വളരെ കൃത്യമായ നടപടികൾ വേഗത്തിൽ നീക്കുന്ന ഒന്നായിട്ട് ഈ ഗവൺമെന്റ് മാറുകയാണ്. തീർച്ചയായിട്ടും. കാരണം അത് കേവലമായ രാഷ്ട്രീയ ആരോപണമല്ല. VP പുസ്തകം അത് സംസ്ഥാപിച്ച കാര്യങ്ങൾ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ കൂടി ബോധ്യമാക്കുന്നതാണ്.